പ്രിയ സുഹൃത്തുക്കളെ, നമ്മളെ ഭാഗ്യവും നിർഭാഗ്യവും കൊണ്ടുവരുന്നത് ആരാണ്? നമ്മുടെ പങ്കാളികളാണോ? അല്ല. നമ്മളെ സുഹൃത്തുക്കളാണോ? തീർച്ചയായിട്ടും അല്ല. നമ്മളെ കുട്ടികളാണോ? നമ്മളെ മാതാപിതാക്കളാണോ? തീർച്ചയായിട്ടും അവരാരും അല്ല നമ്മളെ ഭാഗ്യവും നിർഭാഗ്യവും കൊണ്ടുവരുന്നത്. അത് നമ്മളായിട്ട് തന്നെയാണ് നമ്മളെ ഭാഗ്യവും നിർഭാഗ്യവും കൊണ്ടുവരുന്നത്. അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ട് പേരെ എടുത്തു കഴിഞ്ഞാൽ രണ്ടുപേരും ഓഫീസിൽ ജോലിയുള്ളവരായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലിയുള്ളവരായിരിക്കും. അവര് രണ്ടുപേരും രാവിലെ ഉറക്കമൊഴിയും. ഒരാള് മൊബൈൽ ഫോണിനകത്ത് അലാറം വെച്ച് എണീക്കും, ഒരാൾ അല്ലാതെ ഓട്ടോമാറ്റിക്കായി. മൊബൈൽ ഫോണിനകത്ത് അലാറം വെച്ച് എണീക്കുന്ന ആള് തീർച്ചയായിട്ടും പെട്ടെന്നാണ് മൊബൈൽ എടുത്തിട്ട് എന്നെ ആരെങ്കിലും മെസ്സേജ് ചെയ്തോ, എന്നെ ആരെങ്കിലും വിളിച്ചോ, കാര്യങ്ങൾ ആദ്യം നോക്കിയതിനു ശേഷം പിന്നെ യൂട്യൂബിനകത്തോ എന്തെങ്കിലും വേറെയുള്ള വീഡിയോസ് കണ്ട് ഞാൻ ടൈം ചെലവഴിച്ചു. ഈ ചെലവഴിച്ച് കളയുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അയാൾ ഓഫീസ് പോകാനുള്ള ടൈം അയാൾക്ക് കുറച്ച് ലേറ്റാകുമ്പോൾ തീർച്ചയായിട്ടും അയാൾ എന്ത് ചെയ്യും? പെട്ടെന്ന് പിന്നെ ഉള്ള കാര്യങ്ങൾ തിരുത്തപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുകയും അതെല്ലാം അബദ്ധങ്ങളിൽ ചെന്ന് അവസാനിക്കുകയും ചെയ്യും. അയാൾ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഒരു മനസ്സിനൊരു സന്തോഷം കാണത്തില്ല. കാര്യം എല്ലാം ലേറ്റായി ചെയ്യുന്ന അയാൾ ലേറ്റായി ചെല്ലുമ്പോഴത്തേക്ക് അവിടെ അയാൾക്കുള്ള മേലുദ്യോഗസ്ഥർ വഴക്ക് പറഞ്ഞ് കാര്യങ്ങൾ ഇത് ചെയ്യുമ്പോൾ വീണ്ടും ഓട്ടോമാറ്റിക്കായിട്ട് അന്നത്തെ ദിവസം അയാൾക്ക് ഒരു അശുഭ ദിവസമായി മാറുകയും ചെയ്യും. പക്ഷെ അലാറം വെച്ച് എണീക്കാതെ ഓട്ടോമാറ്റിക്കായിട്ട് എണീക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾ കണ്ണ് തുറന്ന ഉടനെ ചാടി എണീക്കത്തില്ല. അയാളൊരു 10 മിനിറ്റോളം അയാൾ ബെഡിനകത്ത് കിടന്ന് അയാൾക്ക് പൂർണ്ണാരോഗ്യത്തോടുകൂടി ഇന്നത്തെ ദിവസത്തിലേക്ക് അയാളെ കടത്തി വിട്ടതിന് നന്ദിയൊക്കെ പറഞ്ഞ് അയാൾ പയ്യെ എണീക്കുകയും അയാൾക്കുള്ള കാര്യങ്ങൾ പയ്യെ സമയമെടുത്ത് പയ്യെ ചെയ്യുകയും ചെയ്ത് അയാൾ നല്ല ഒരു രീതിയിൽ, അതായത് അയാളെ ഓഫീസിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പോകുന്ന സമയത്ത് വീട്ടുകാരുടെ അടുത്ത് ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടി പോവുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാളെ അന്നത്തെ ദിവസം സക്സസ് ആകും. ഇതിൽ നിങ്ങൾ തീരുമാനിക്കും ആരാണ് ഭാഗ്യവും നിർഭാഗ്യവും കൊണ്ടുവരുന്നത്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ തന്നെയാണ് ഭാഗ്യവും നിർഭാഗ്യവും കൊണ്ടുവരുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.